സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കുത്തനെ ഉയരുകയാണ്. ഇന്ന് പോൾ പൾസ് എത്തി നിൽക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തിലാണ്. തൃക്കാക്കരയിൽ 3 മുന്നണികൾ സജീവമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. UDF വേണ്ടി സിറ്റിംഗ് MLA ആയ ഉമാ തോമസ് മത്സരിക്കുമ്പോൾ LDF വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് പുഷ്പദാസാണ് മത്സര രംഗത്തുള്ളത്. അതോടൊപ്പം NDAക്ക് വേണ്ടി 2020 സ്ഥാനാർത്ഥിയായി ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാരി രംഗത്തുണ്ട്. എന്തായാലും 3 മുന്നണി സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞിരിക്കുകയാണ് തൃക്കാക്കര മണ്ഡലത്തിൽ. എന്തായാലും ഇവരെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്താൻ പോകുന്നത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. കഴിഞ്ഞ 19 വർഷത്തെ ജനങ്ങളുടെ അനുഭവം കൊണ്ട് അവർ തന്നെ പറഞ്ഞു തുടങ്ങി തൃക്കാക്കരയ്ക്ക് ഒരു മാറ്റം വരേണ്ട സമയമായെന്ന്. കാരണം കൊച്ചിയുടെ ഏറ്റവും സിറ്റി ആയ ഈ പ്രദേശത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത കരുണാകരൻ്റെ കാലത്ത് ചെയ്ത പാലങ്ങൾക്ക് പരിഷ്കരിക്കാത്തതിൻ്റെ പേരിൽ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തതിൻ്റെ പേരിലും ആ പ്രദേശത്തെ ജനങ്ങൾ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, വെള്ളക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, പ്രോപ്പർ ഡ്രൈനേജ് സിസ്റ്റം ഇല്ലാത്ത അവസ്ഥ മൂലം പുല്ലേപ്പടി ഭാഗത്തെ ജനത്തിൻ്റെ ബുദ്ധിമുട്ട്. തുതിയൂർ ഏറൂർ പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരം ഉണ്ടാകും. നാളിതുവരെ ഇതിനു വേണ്ടിയിട്ടൊന്നും സംസാരിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഇവിടുത്തെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ജനത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒന്നാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളാണ്. ശുദ്ധമായ കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിനകത്ത് ഒരു പ്രോപ്പർ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നമുക്ക് പ്രോപ്പറായിട്ട് അതായത് ഇപ്പം കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കാക്കനാട് മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുനിന്നും സപ്പോർട്ടില്ലാത്തപ്പോൾ ഒരു വലിയൊരു പദ്ധതി MLAയുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട MLAമാർ. തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുന്നത് UDFന്റെ മണ്ഡലമാണ്. മാത്രമല്ല UDF ടീം തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാവും എന്നുള്ള ഉറപ്പ് വിശ്വാസമുണ്ട്. പ്രതിപക്ഷ MLA ആയതുകൊണ്ട് എന്തിനെങ്കിലും അഡ്രസ്സ് ചെയ്യാതിരുന്നിട്ടില്ല, ഒരു വിഷയത്തിൽ പോലും ഇടപെടാതിരുന്നിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പുണ്ട്. പിന്നെ ആരോപണം പറയണവർക്ക് പറയാമല്ലോ, അതൊന്നും നമുക്ക് ഇലക്ഷൻ ആകുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ടാവും, എന്തെങ്കിലും കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാനുണ്ടാവും. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ച് എനിക്ക് എൻ്റെ തൃക്കാക്കരക്കാര് പ്രബുദ്ധരായ വോട്ടർമാർ തീർച്ചയായും എന്നെ പിന്തുണയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തൃക്കാക്കര മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ഈ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ടുള്ളത് UDFന്റെ ജനപ്രതിനിധികളാണ്. കഴിഞ്ഞ 25 വർഷക്കാലം ഈ മണ്ഡലം അർഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ചർച്ച ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ മണ്ഡലത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഈ മണ്ഡലം പ്രതിനിധീകരിച്ചിട്ടുള്ള ജനപ്രതിനിധി തന്നെ ഈ മണ്ഡലം നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല, ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നൽ UDFന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.